ഈ അഘോരികളെക്കുറിച്ച് വാസ്തവത്തിൽ ആദ്യമായിട്ട് ഇന്ത്യ അറിയുന്നത് ചൈനീസ് സഞ്ചാരിയായിരുന്ന ഹ്യുയാംസന്റെ പുസ്തകത്തിൽ നിന്നാണ്. ഇന്ത്യയുടെ അന്നത്തെ പ്രാചീന ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു പ്രത്യേക വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് എഴുതിയത് ഏതാണ്ട് 629 AD എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1937 വർഷം മുമ്പ് എഴുതിയ ഒരു വിഭാഗം. ആ വിഭാഗത്തിന് ഇപ്പോൾ എന്താ കേരളത്തിൽ കാര്യം? ഇവരെന്താണ് കേരളം ഒഴിച്ചുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും UP പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ വിഭാഗക്കാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ഇന്ന് വാർത്തയിൽ കണ്ടത് UPയിലെ മുഖ്യമന്ത്രി ഇവരെ ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. ഇവിടുത്തെ BJP നേതാക്കൾക്ക് ആശീർവാദം നൽകാൻ, അവരെ അനുഗ്രഹിക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. കൊരികളെക്കുറിച്ച് കേട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു തീവ്ര സ്വഭാവം പുലർത്തുന്ന ഒരു സന്യാസ സമൂഹമാണ്. വിശ്വാസം എന്നുള്ള ശൈവ മതത്തിൻ്റെതായ അതിനകത്തുള്ള എല്ലാ കഠിനമായ എല്ലാ ആചാരങ്ങളും കൊണ്ട് നടക്കുന്നവർ. ഈവൻ പിന്നെ ഭക്ഷണ രീതികളിൽ പോലും നമ്മൾ കേട്ടിട്ടുള്ള മനുഷ്യ മാംസം പോലും അവർക്ക് വർജ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ അവരുടെ നമുക്ക് ഇന്ത്യ പോലൊരു വൈവിധ്യമാർന്ന ഒരു രാജ്യത്ത് പലതരത്തിലുള്ള മനുഷ്യരുണ്ടാവും, പലതരത്തിലുള്ള ആചാരങ്ങളുണ്ടാവും, പലതരത്തിലുള്ള നമുക്ക് പരാതിയില്ല, അതൊക്കെ ഓരോരുത്തരുടെ രീതിയാണ്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഘോരികളെ കുറിച്ച് സിനിമ വരും, ഡോക്യുമെൻ്ററികൾ വരാം, പുസ്തകങ്ങൾ വരാം, ഇതൊക്കെ നമ്മൾ വായിക്കും. തീർച്ചയായിട്ടും അവർ വലിയ ഏതെങ്കിലും മീറ്റിംഗ് നടത്തുകയാണെങ്കിൽ നമ്മളൊരു കൗതുകം കൊണ്ട് അവിടെ പോയി ചെന്നിട്ട് കാണാം അല്ലെങ്കിൽ കേൾക്കാം. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനോ അല്ലെങ്കിൽ അവരെ ആശീർവദിക്കാനോ ഒക്കെ ആയിട്ട് BJPയുടെ ഉന്നത നേതാവായ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണത്രേ ഈ വ്യക്തികളെ ഇങ്ങോട്ട് അയച്ചത്. അതൊക്കെ ഇനി കൂടുതൽ ഇരിക്കുന്നേ ഉള്ളൂ, എന്താണ് അതിൻ്റെ പുറകിലുള്ളത്. പക്ഷേ ഇതൊക്കെ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്.